പ്രിയരെ നമസ്കാരം. വിഷ്ണു പുരാണത്തിൻ്റെ 11ാം വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഇവിടെ വിഷ്ണു പുരാണത്തിൻ്റെ 5ാം അധ്യായം തുടങ്ങുകയായി. 5ാം അധ്യായത്തിൽ 6 ഭാഗങ്ങളുണ്ട്. അതിലെ ആദ്യ ഭാഗത്തിൽ പുരുവംശത്തിൻ്റെ വിവരണങ്ങൾ നൽകുന്നു. യയാതിയുടെ പുത്രനായ പുരുവിൻ്റെ വംശാവലി: പുരു, ജന്മേജയൻ, പ്രാചീൻവാൻ, പ്രവീർ, മനസ്യു, അഭയാദൻ, സുതയു, ബഹുഗതൻ, സന്യാസി, അഹംയാദി, രൗദ്രാശ്വൻ എന്നിങ്ങനെ വളർന്നു. രൗദ്രാശ്വൻ്റെ 10 പുത്രന്മാരിൽ ഋഷേതു പ്രമുഖനായിരുന്നു. ഋഷേതുവിന് 3 ആൺമക്കളുണ്ടായിരുന്നു. അവരിൽ അപ്രതിരഥനാണ് ഏറ്റവും പ്രമുഖൻ. അപ്രതിരഥൻ്റെ വംശപരമ്പര അപ്രതിരഥൻ, ഐലൻ, ദുഷ്യന്തൻ, ഭരതൻ എന്നിങ്ങനെ വളർന്നു. ദുഷ്യന്ത രാജാവ് വിശ്വാമിത്ര മുനിയുടെയും അപ്സരസ് മേനകയുടെയും മകളായ ശകുന്തളയുമായി പ്രണയത്തിലായിരുന്നു. കാട്ടിൽ വെച്ച് രഹസ്യമായി അവർ വിവാഹിതരായി. കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം കൊട്ടാരത്തിലെത്തിയ ഉടൻ അവളെ ക്ഷണിക്കാമെന്ന് ദുഷ്യന്ത രാജാവ് ശകുന്തളയോട് ഉറപ്പു നൽകി തൻ്റെ രാജ്യത്തിലേക്ക് മടങ്ങി. ഒരു ഓർമ്മക്കുറിപ്പായി തൻ്റെ മോതിരം ശകുന്തളയ്ക്ക് സമ്മാനിച്ചിരുന്നു. എന്നാൽ കൊട്ടാരത്തിലേക്ക് പോകുന്ന വഴിയിൽ ശകുന്തള നദി മുറിച്ചു കടക്കുന്നതിനിടെ അവളുടെ വിരലുകളിൽ നിന്നും മോതിരം വഴുതി വീണ് ഒരു മത്സ്യം വിഴുങ്ങി. മോതിരം ഇല്ലാതെ സന്ദർശിച്ചതിനാൽ ദുഷ്യന്ത രാജാവ് ശകുന്തളയെ തിരിച്ചറിയാൻ വിസമ്മതിച്ചു. നിരാശയോടെ അവൾ പിതാവിൻ്റെ ആശ്രമത്തിലേക്ക് മടങ്ങുകയും കാലാനുസൃതമായി ഒരു കുഞ്ഞിനെ പ്രസവിക്കുകയും ചെയ്തു. പിന്നീട് അവൻ ഭരതൻ എന്നറിയപ്പെട്ടു. കുട്ടിക്കാലം മുതൽ തന്നെ ഭരതൻ അത്യധികം ധീരനായിരുന്നു. തൻ്റെ പിതാവായ ദുഷ്യന്ത രാജാവുമായുള്ള അദ്ദേഹത്തിൻ്റെ ആദ്യ കൂടിക്കാഴ്ചയും വളരെ നാടകീയമായിരുന്നു. ഒരിക്കൽ ദുഷ്യന്ത രാജാവ് കാട്ടിൽ വേട്ടയാടിക്കൊണ്ടിരുന്നപ്പോൾ സിംഹത്തിൻ്റെ പല്ലുകൾ എണ്ണുകയായിരുന്ന ഒരു ആൺകുട്ടിയെ കണ്ടെത്തിയതായി പറയപ്പെടുന്നു. ആ കുട്ടിയുടെ ധൈര്യത്തിൽ ആകൃഷ്ടനായ രാജാവ് അവൻ്റെ മാതാപിതാക്കളെക്കുറിച്ച് അന്വേഷിച്ച് ആശ്രമത്തിലെത്തിയപ്പോൾ വിശ്വാമിത്രൻ അദ്ദേഹത്തോട് മുഴുവൻ കഥയും വിവരിക്കുന്നു. അതേസമയം ഒരു മുക്കുവൻ താൻ പിടികൂടിയ മത്സ്യത്തിൽ നിന്ന് ലഭിച്ച മോതിരവുമായി രാജാവിനെ കാണുവാൻ വരികയും ദുർവാസാവിൻ്റെ കോപത്തിൻ്റെ ഫലമായി ദുഷ്യന്തന് നഷ്ടപ്പെട്ട ഭൂതകാല ഓർമ്മകൾ തിരിച്ചു ലഭിക്കുകയും ചെയ്യുന്നു. പിന്നീട് വീണ്ടും ആശ്രമത്തിലെത്തിയ ദുഷ്യന്തൻ ശകുന്തളയെയും ഭരതനെയും ആത്മാർത്ഥമായും സ്വീകരിച്ചു. ഭരതന് 3 രാജ്ഞിമാരും 9 മക്കളുമുണ്ടായിരുന്നു. മക്കളിൽ ആരും തന്നെ രൂപഭാവങ്ങളിൽ സാമ്യമില്ലാതിരുന്നതിനാൽ അവരുടെ പിതൃത്വത്തെക്കുറിച്ച് അദ്ദേഹം സംശയം പ്രകടിപ്പിച്ചു. ഭരതൻ്റെ കോപം ഭയന്ന് അദ്ദേഹത്തിൻ്റെ രാജ്ഞികൾ എല്ലാ മക്കളെയും വധിച്ചു. പിന്നീട് ഒരു പുത്രനുണ്ടാകണമെന്ന ആഗ്രഹത്തോടെ ഭരതൻ മരുത്സോമയാഗം സംഘടിപ്പിക്കുന്നു. അതിൻ്റെ ഫലമായി ഭരദ്വാജനെ പുത്രനായി ലഭിച്ചു. ഭരതൻ്റെ 2ാമത്തെ നാമം വിധൻ എന്നാകുന്നു. അദ്ദേഹത്തിൻ്റെ വംശാവലി വിധൻ, മന്യു എന്നിങ്ങനെ വളർന്നു. മന്യുവിന് ബൃഹത് ക്ഷത്രൻ, മഹാവീരൻ, നരൻ, ഗാർഗൻ തുടങ്ങിയ നിരവധി പുത്രന്മാരുണ്ടായിരുന്നു. അവരുടെ വംശം നരൻ, സംസ്കൃതി, ഗുരുപ്രീതി, രന്തിദേവ് എന്നിങ്ങനെ പുരോഗമിച്ചു. ഗാർഗന് ഒരു പുത്രനുണ്ടായിരുന്നു. അവൻ ഗാർഗ്യൻ, ശൈന്യൻ എന്നീ പേരുകളിലും പ്രശസ്തനായി. മഹാവീരവംശം രുദ്രക്ഷയൻ, ത്രയരുണി, പുഷ്കരിണ്യൻ, കബി എന്നിങ്ങനെ തുടർന്നു. മന്യുവിൻ്റെ മറ്റൊരു പുത്രനായ ബൃഹക്ഷത്രൻ്റെ വംശപരമ്പരയിൽ ഹസ്തി എന്നൊരു രാജാവുണ്ടായിരുന്നു. അദ്ദേഹം ഹസ്തിനപുര നഗരം സ്ഥാപിച്ചു. ഹസ്തിക്ക് അജ്മിർഹൻ, ദ്വിജ്മിർഹൻ, പുരുമിർഹൻ എന്നീ 3 പുത്രന്മാരുണ്ടായിരുന്നു. അജ്മിർഹന് പുത്രന്മാരായി പാഞ്ചാലന്മാരും പുത്രിയായി അഹല്യയുമുണ്ടായിരുന്നു. അഹല്യ ഗൗതമ മുനിയെ വിവാഹം കഴിച്ചു. അവർക്ക് ശതാനന്ദൻ എന്നൊരു പുത്രനുണ്ടായി. സദാനന്ദൻ്റെ പുത്രനാണ് സത്യകൃതി. ഒരിക്കൽ സത്യകൃതി അത്യധികം സംഭോഗേച്ഛയുള്ളവളും സുന്ദരിയുമായ അപ്സരസ് ഉർവശിയെ കാണുവാനിടയായി. അവളുടെ കാഴ്ച ഒന്നുകൊണ്ട് മാത്രം അവനിൽ ശുക്ലം സ്ഖലിക്കുകയും സ്ഖലിച്ച ശുക്ലം ഒരു ഞാങ്ങണയിൽ വീണ് 2ആയി വിഭജിക്കപ്പെടുകയും ചെയ്തു. ഈ 2 ഭാഗങ്ങളിൽ നിന്നായി കൃപൻ എന്ന ആൺകുട്ടിയും കൃപി എന്ന പെൺകുട്ടിയും ജനിച്ചു. കൃപനെയും കൃപിയെയും കാട്ടിൽ വെച്ച് കണ്ടെത്തിയ ശന്തനു രാജാവ് തൻ്റെ കൊട്ടാരത്തിലേക്ക് കൊണ്ടുവന്നു. പിന്നീട് കൃപി കൗരവരുടെയും പാണ്ഡവരുടെയും ഗുരുവായ ദ്രോണാചാര്യരെ വിവാഹം കഴിച്ചു. ദ്രോണാചാര്യരുടെ പുത്രനായിരുന്നു അശ്വത്ഥാമാവ്. ഹസ്തിയുടെ മറ്റൊരു പുത്രനായ അജ്മിർഹൻ്റെ വംശത്തിലെ കുരു എന്നു പേരുള്ള ഒരു രാജാവാണ് കുരുക്ഷേത്രം സ്ഥാപിച്ചത്. പ്രിയരെ, വിഷ്ണുപുരാണത്തിൻ്റെ 5ാം അധ്യായത്തിലെ 2ാം ഭാഗത്തിൽ കുരുവംശത്തിൻ്റെ വിവരണം നൽകുന്നു. കുരുവംശത്തിൽ പ്രദീപ് എന്നൊരു രാജാവുണ്ടായി. അദ്ദേഹത്തിന് ദേവാബി, ശന്തനു, വാഹ്ലികൻ എന്നീ 3 പുത്രന്മാരുണ്ടായിരുന്നു. മൂത്ത പുത്രനായ ദേവാബി ബാല്യത്തിൽ തന്നെ കാട്ടിൽ താമസമാക്കി. അങ്ങനെ പ്രദീപിന് ശേഷം ശന്തനു രാജാവായി. ശന്തനു രാജാവിൻ്റെ രാജ്യത്ത് ഒരിക്കൽ 12 വർഷത്തോളം പേമാരി കനിഞ്ഞില്ല. തുടർച്ചയായ വരൾച്ചയിൽ ആശയക്കുഴപ്പത്തിലായ ശന്തനു പണ്ഡിത ബ്രാഹ്മണരുമായി കൂടിയാലോചിച്ചു. അദ്ദേഹത്തിൻ്റെ സഹോദരനായ ദേവബിയുടെ രാജ്യത്തിനുമേൽ ശന്തനുവിന് യഥാർത്ഥ അവകാശമില്ലെന്ന് ബ്രാഹ്മണർ ബോധ്യപ്പെടുത്തി. ദേവബി തൻ്റെ പരമോന്നത സ്ഥാനത്തുനിന്ന് വ്യതിചലിക്കാത്തിടത്തോളം കാലം വരൾച്ച തുടരുമെന്നും അവർ അറിയിച്ചു. അല്ലെങ്കിൽ രാജ്യം ദേവബിക്ക് കൈമാറുന്നത് വരൾച്ചയുടെ പര്യവസാനത്തിലേക്ക് നയിച്ചേക്കും. ശന്തനുവിൻ്റെ മന്ത്രിയായ അശ്മാശരി വേദവിരുദ്ധമായി സംസാരിക്കുന്ന ചില ബ്രാഹ്മണരെ നിയമിച്ചു.
അവരുടെ തുടർച്ചയായ പ്രസംഗം ദേവബിയുടെ മനസ്സിനെയും പ്രവൃത്തികളെയും വേദങ്ങളിൽ നിന്നും അകറ്റി. അതേസമയം മറുവശത്ത് ഒരു ദിവസം ശന്തനു രാജാവ് ബ്രാഹ്മണരോടും തൻ്റെ സദസ്യരോടുമൊപ്പം ദേവബിക്ക് രാജ്യം കൈമാറാൻ വനത്തിലേക്ക് പോയി. അവിടെ വെച്ച് ബ്രാഹ്മണർ ദേവബിയെ രാജ്യത്തിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കുവാൻ വേണ്ടി ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചു. അവരുടെ വാദത്തെ സ്ഥിരീകരിക്കുവാനായി അവർ വേദങ്ങളിൽ നിന്നുള്ള കഥകൾ ചൂണ്ടിക്കാണിച്ചു. എന്നാൽ ദേവബി വേദങ്ങളെ വിമർശിക്കുകയും മതവിരുദ്ധമായ രീതിയിൽ സംസാരിക്കുകയും ചെയ്തു. ഇനിയും ദേവബിയെ ബോധ്യപ്പെടുത്തുവാൻ ശ്രമിക്കുന്നതിൽ പ്രയോജനമുണ്ടാകില്ലെന്ന് മനസ്സിലാക്കിയ ബ്രാഹ്മണർ രാജാവിനോട് രാജ്യത്തേക്ക് മടങ്ങുവാൻ നിർദ്ദേശിച്ചു. ദേവബി വേദങ്ങളോട് വിമുഖത കാണിച്ചതിനാൽ അദ്ദേഹത്തിന് രാജ്യാവകാശം നഷ്ടപ്പെട്ടുവെന്നും ക്ഷാമം അവസാനിക്കുമെന്നും അവർ ശന്തനുവിന് ഉറപ്പു നൽകി. ശന്തനുവിൻ്റെ ഇളയ സഹോദരനായ വാഹ്ലികന് സോമദത്തൻ എന്നൊരു പുത്രനുണ്ടായിരുന്നു. ഭൂരി, ഭൂരിശ്രവൻ, ശല്യൻ എന്നിവർ സോമദത്തൻ്റെ പുത്രന്മാരായിരുന്നു. പിന്നീട് ശന്തനു ഗംഗയെ വിവാഹം കഴിക്കുകയും ഭീഷ്മൻ എന്നൊരു പുത്രനെ ജനിപ്പിക്കുകയും ചെയ്തു. രണ്ടാമത്തെ പത്നിയായ സത്യവതിയിൽ നിന്നും ശന്തനുവിന് ചിത്രാംഗതൻ, വിചിത്രവീര്യൻ എന്നീ 2 പുത്രന്മാരുണ്ടായി. ചിത്രാംഗതൻ ഒരു ഗന്ധർവനാൽ കൊല്ലപ്പെട്ടു. വിചിത്രവീര്യൻ കാശിയിലെ രാജകുമാരിമാരായ അംബികയെയും അംബാലികയെയും വിവാഹം കഴിച്ചു. തൻ്റെ 2 പത്നിമാരുമായി ശാരീരിക സുഖങ്ങളിൽ മുഴുകിയിരുന്ന അദ്ദേഹം താമസിയാതെ ക്ഷയരോഗബാധിതനായി മരിച്ചു. ജഡിക സംയോഗത്തിൽ മുഴുകിയിരുന്നെങ്കിലും അംബികയ്ക്കും അംബാലികയ്ക്കും വിചിത്രവീര്യനിൽ നിന്നും ഒരു കുഞ്ഞിനെ പ്രസവിക്കാനായില്ല. അതിനാൽ തങ്ങളുടെ വംശാവലി തുടരുന്നതിനായി സത്യവതി അംബികയോടും അംബാലികയോടും നഗ്നരായി അവരുടെ പൂർവ്വപുത്രനായ കൃഷ്ണദ്വൈപായനൻ അഥവാ വ്യാസന്റെ മുൻപിൽ പ്രത്യക്ഷപ്പെടുവാനും ഒരു കുഞ്ഞിന് ജന്മം നൽകുവാനും പ്രേരിപ്പിച്ചു. വ്യാസന്റെ മുൻപിൽ അംബിക നഗ്നിയായി പ്രത്യക്ഷപ്പെട്ടപ്പോൾ കണ്ണുകൾ അടച്ചു പിടിച്ചതിനാൽ അവൾക്ക് അന്ധനായ പുത്രനായ ധൃതരാഷ്ട്രർ ജനിച്ചു. അതുപോലെ അംബാലിക വ്യാസന്റെ മുൻപാകെ നഗ്നനായി കാഴ്ചയളിച്ചപ്പോൾ വിളറിപ്പോയതിനാൽ അവർക്ക് പാണ്ഡു എന്ന പുത്രൻ ജനിച്ചു. അദ്ദേഹത്തിന് ജന്മനാ മഞ്ഞപ്പിത്തം ബാധിച്ചിരുന്നു. ഫലത്തിൽ തൃപ്തനാവാതെ സത്യവതി വീണ്ടും അംബികയെയും അംബാലികയെയും വ്യാസന്റെ മുൻപിൽ നഗ്നനായി പ്രത്യക്ഷപ്പെടുവാൻ നിർബന്ധിതരാക്കി. എന്നാൽ രാജ്ഞിമാർ തങ്ങളുടെ തോഴിയായ വിനീതയെയാണ് നഗ്നിയായി വ്യാസന്റെ മുൻപിലേക്ക് ഇപ്രാവശ്യം അയച്ചത്. വിനീത യാതൊരു ഭയമോ ലജ്ജയോ കൂടാതെ വേദവ്യാസന്റെ മുൻപിൽ നഗ്നിയായി പ്രത്യക്ഷപ്പെട്ടു. അതിനാൽ അവൾക്ക് അതിജ്ഞാനിയായ വിതുരൻ എന്നൊരു പുത്രൻ ജനിച്ചു. പിൽക്കാലത്ത് ധൃതരാഷ്ട്രർ കാണ്ഡഹാറിലെ രാജകുമാരിയായ ഗാന്ധാരിയെ വിവാഹം കഴിച്ചു. അതേസമയം പാണ്ഡുവിന് ശൂരസേനന്റെ മകളായ കുന്തിയും മദ്രയിലെ രാജകുമാരിയായ മാധുരിയും പത്നിമാരായി. ധൃതരാഷ്ട്രർക്ക് 100 പുത്രന്മാരും ഒരു പുത്രി ദുസലയും ഉണ്ടായിരുന്നു. ധൃതരാഷ്ട്രരുടെ 100 പുത്രന്മാരിൽ മൂത്തവനായിരുന്നു ദുര്യോധനൻ. മറുവശത്ത് പാണ്ഡുവിന് 5 പുത്രന്മാരും അവരിൽ മൂത്തവൻ യുധിഷ്ഠിരനുമായിരുന്നു. പാണ്ഡുവിന് 5 പുത്രന്മാർ ധർമ്മൻ, വായു, ഇന്ദ്രൻ, അശ്വിനി കുമാരന്മാർ എന്നീ 5 ദേവന്മാരുടെ സഹായത്തോടെ ലഭിച്ചു. കാരണം പാണ്ഡു എപ്പോഴെങ്കിലും ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടാൽ ആ നിമിഷം സ്വന്തം ജീവൻ നഷ്ടപ്പെടുമെന്ന ഒരു ശാപം അദ്ദേഹം വഹിച്ചിരുന്നു. പാണ്ഡുവിൻ്റെ 5 പുത്രന്മാരായ യുധിഷ്ഠിരൻ, ഭീമൻ, അർജുനൻ, നകുലൻ, സഹദേവൻ എന്നിവർ പാണ്ഡവർ എന്നറിയപ്പെട്ടു. പാഞ്ചാല രാജാവായ ദ്രുപദന്റെ പുത്രിയായ ദ്രൗപദിയെയാണ് പഞ്ചപാണ്ഡവർ വിവാഹം കഴിച്ചത്. ദ്രൗപദിയിൽ ഓരോ പാണ്ഡവർക്കും ഓരോ പുത്രന്മാരുണ്ടായിരുന്നു. യുധിഷ്ഠിരനിൽ നിന്ന് പ്രതിവിന്ധ്യൻ, ഭീമനിൽ നിന്ന് ശ്രുതസേനൻ, അർജുനനിൽ നിന്ന് ശ്രുതകീർത്തി, നകുലനിൽ നിന്ന് ശ്രുതനീകൻ, സഹദേവനിൽ നിന്ന് ശ്രുതകർമ്മൻ എന്നിവർ ജനിച്ചു. ഇവരെ കൂടാതെ യുധിഷ്ഠിരന് യൗധയിൽ നിന്നും ദേവകൻ എന്നൊരു പുത്രനും ഭീമന് ഹിഡിംബിയിൽ നിന്ന് ഘടോൽക്കച്ചനും കാശിയിൽ നിന്ന് സർവകനും ജനിച്ചു. വിജയയിൽ നിന്ന് സഹദേവന് സുഹോത്രനും രേണുകയിൽ നിന്ന് നകുലന് നിർമിത്രൻ എന്ന പുത്രനും ജനിച്ചു. പാണ്ഡവരിൽ ഏറ്റവും പരാക്രമശാലിയായിരുന്നു അർജുനൻ. ദ്രൗപദിയെ കൂടാതെ അദ്ദേഹത്തിന് നാഗവംശത്തിൽപ്പെട്ട ഉലൂപ്പി, മണിപ്പുരയിലെ രാജകുമാരി ചിത്രാംഗത, ശ്രീകൃഷ്ണന്റെ സഹോദരിയായ സുഭദ്ര എന്നീ 3 ഭാര്യമാർ കൂടിയുണ്ടായിരുന്നു. ഉലൂപ്പിയിൽ നിന്നുള്ള ഇരവാൻ, ചിത്രാംഗതയിൽ നിന്നുള്ള ബബ്രുവാഹനൻ, സുഭദ്രയിൽ നിന്നുള്ള അഭിമന്യു എന്നിങ്ങനെയും അർജുനന് 3 പുത്രന്മാരുണ്ടായിരുന്നു. മഹാഭാരത യുദ്ധത്തിൽ പാണ്ഡവ പുത്രന്മാരായ ഈ എല്ലാവരും ധീരമായി പോരാടി ജീവൻ ബലിയർപ്പിച്ചു. പാണ്ഡവരുടെ പരമ്പര തുടരുകയും ഇന്നുവരെ ഭൂമി ഭരിക്കുകയും ചെയ്തത് അഭിമന്യുവിൻ്റെ മകൻ പരീക്ഷത്തിലൂടെയാണ്. പ്രിയരെ, 5-ാം അധ്യായത്തിലെ 3-ാം ഭാഗത്തിൽ ഭഗവാൻ കൃഷ്ണന്റെ അവതാരത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നു. ശൂരസേനന്റെ പുത്രനായ വസുദേവൻ ദേവകന്റെ മകളായ ദേവകിയെ വിവാഹം കഴിച്ചു. അവരുടെ വിവാഹ സമയത്ത് ദേവകിയുടെ ബന്ധുവായ കംസൻ അവരുടെ രഥം ഓടിച്ചുകൊണ്ടിരുന്നു. ആ സമയത്ത് ദേവകിയുടെ 8-ാമത്തെ പുത്രൻ കംസനെ നിഗ്രഹിക്കുമെന്ന് ഒരു സ്വർഗീയ ശബ്ദം പ്രഖ്യാപിച്ചു. ആവേശത്തിൽ കംസൻ ദേവകിയെ അപ്പോൾ തന്നെ വധിക്കുവാൻ ഒരുങ്ങി. എന്നാൽ ഞങ്ങൾക്ക് ജനിക്കുന്ന എല്ലാ കുട്ടികളെയും നിങ്ങൾക്ക് കൈമാറാമെന്ന് വസുദേവൻ കംസന് ഉറപ്പു നൽകി. വസുദേവൻ ഉറപ്പു നൽകിയതിനാൽ കംസൻ ദേവകിയെ നിഗ്രഹിക്കുവാനുള്ള ആശയം ഉപേക്ഷിച്ചു. വസുദേവരുടെയും ദേവകിയുടെയും വിവാഹം നടക്കുമ്പോൾ പശുവിൻ്റെ വേഷത്തിൽ പൃഥ്വി ബ്രഹ്മാവിനെ സമീപിച്ചു.
ദുഷ്ടമനസ്കരായ ആളുകളുടെ എണ്ണം വർദ്ധിച്ചു വരികയാണെന്നും അവരുടെ മതവിരുദ്ധമായ പ്രവർത്തികളുടെ ഭാരം എനിക്ക് താങ്ങാൻ കഴിയുന്നതല്ലെന്നും അവൾ ബ്രഹ്മാവിനോട് പരാതിപ്പെട്ടു. അല്ലയോ ഭഗവാനെ, തൻ്റെ മുൻ ജന്മത്തിൽ മഹാവിഷ്ണു കൊലപ്പെടുത്തിയ കാലനേമി ഉഗ്രസേനന്റെ മകനായ കംസനായി പുനർജനിച്ചിരിക്കുന്നു. അരിഷ്ടൻ, ധേനുകൻ, കേശി, പ്രലംബൻ, സുന്ദൻ, ബാണാസുരൻ തുടങ്ങിയ നിരവധി ഭയങ്കര അസുരന്മാർ ഭരണം ഏറ്റെടുത്ത് മതവിശ്വാസികളെ പലവിധത്തിൽ പീഡിപ്പിക്കുന്നു. അവർ ദശലക്ഷക്കണക്കിന് ശക്തമായ ശക്തികളെ നിലനിർത്തുന്നു. എനിക്ക് അവരുടെ ഭാരം വഹിക്കാൻ കഴിയുന്നില്ല. അതിനാൽ ഈ ഭാരത്തിൽ നിന്ന് എന്നെ മോചിപ്പിക്കാൻ ദയവായി എന്തെങ്കിലും ചെയ്യൂ. പൃഥ്വിയുടെ രോദനം ശ്രവിച്ച ബ്രഹ്മാവ് ദേവന്മാരോട് പറയുന്നു, പൃഥ്വി പറയുന്നത് യാഥാർത്ഥ്യമാണ്. തീർച്ചയായും അവൾ അത്യധികം ഭാരം പേറുന്നു. നമുക്കെല്ലാവർക്കും ക്ഷീരസാഗരത്തിൽ പോയി ഭഗവാൻ വിഷ്ണുവിനെ പ്രാർത്ഥിച്ച് ഇക്കാര്യമെല്ലാം അദ്ദേഹത്തെ അറിയിക്കാം. തുടർന്ന് ദേവന്മാരോടൊപ്പം ബ്രഹ്മാവ് ക്ഷീരസാഗരത്തിലെത്തി ഭഗവാൻ വിഷ്ണുവിനെ പ്രാർത്ഥിച്ചു. അവരുടെ പ്രാർത്ഥനയിൽ സംപ്രീതനായ ഭഗവാൻ വിഷ്ണു തൻ്റെ വിശ്വരൂപത്തിൽ അവരുടെ മുൻപിൽ പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് പറഞ്ഞു, ബ്രഹ്മാജി, എൻ്റെ വാക്കുകൾ വിശ്വസിക്കൂ. നിങ്ങളും ഈ ദേവന്മാരും ആഗ്രഹിക്കുന്നതെന്തും സാക്ഷാത്കരിക്കപ്പെടുമെന്ന് ഉറപ്പായിരിക്കൂ. അങ്ങനെ എല്ലാ ദേവന്മാരും ബ്രഹ്മാവും വീണ്ടും ഭഗവാനോട് പ്രാർത്ഥിച്ചു. അവരുടെ പ്രാർത്ഥനയിൽ സന്തുഷ്ടനായ ഭഗവാൻ വിഷ്ണു തൻ്റെ തലയിൽ നിന്നും ഒരു കറുത്തതും വെളുത്തതുമായ മുടികൾ പറിച്ചെടുത്തുകൊണ്ട് പറഞ്ഞു, എൻ്റെ ഈ മുടികളും ഭൂമിയിൽ അവതാരമെടുക്കും. അവിടെ ആളുകൾ നേരിടുന്ന ദുരിതങ്ങൾ നീക്കും. അസുരന്മാരുടെ ശക്തി കുറയ്ക്കുന്നതിനായി നിങ്ങളെല്ലാം ഭൂമിയിൽ ഭാഗികമായി അവതാരമെടുക്കണം. ഈ കറുത്ത മുടി ദേവകിയുടെ 8ാമത്തെ പുത്രനായി ജനിക്കുകയും കാലനേമിയുടെ പുനർജന്മമായ കംസനെ വധിക്കുകയും ചെയ്യും. ഈ സംഭാഷണം നടന്നുകൊണ്ടിരിക്കുമ്പോൾ ദേവർഷി നാരദൻ കംസന്റെ മുമ്പാകെ പ്രത്യക്ഷപ്പെട്ട് വിഷ്ണു ദേവകിയുടെ 8ാമത്തെ പുത്രനായി ജനിക്കുമെന്ന് അറിയിച്ചു. നാരദന്റെ മുന്നറിയിപ്പ് കേട്ട് കോപാകുലനായ കംസൻ വസുദേവനെയും ദേവകിയെയും കാരാഗൃഹത്തിൽ അടയ്ക്കുന്നു. അവളുടെ വാസസ്ഥലമായ പാതാളത്തിൽ ഉണ്ടായിരുന്ന 6 ഭ്രൂണങ്ങളെ ഒന്നൊന്നായി ദേവകിയുടെ ഗർഭപാത്രത്തിൽ നിക്ഷേപിക്കാൻ ആൾമാറാട്ട മായക്കാരിയായ യോഗമായയോട് മഹാവിഷ്ണു നിർദ്ദേശിച്ചു. കംസൻ അവരെയെല്ലാം വധിക്കുമെന്ന് അദ്ദേഹത്തിന് അറിയാമായിരുന്നു. തുടർന്ന് ദേവകിയുടെ 7ാമത്തെ പുത്രനായി പ്രത്യക്ഷപ്പെടുവാനായി തന്റെ ഭാഗമായ ശേഷനെ വസുദേവന്റെ 2ാമത്തെ പത്നിയായ രോഹിണിയുടെ ഗർഭപാത്രത്തിൽ സ്ഥാപിക്കാൻ മഹാമായയോട് നിർദ്ദേശിച്ചു. അങ്ങനെ ദേവകിയുടെ പുത്രനായി ജനിക്കുന്നതിന് പകരം രോഹിണിയുടെ പുത്രനായി ജനിക്കും. ഗോകുലത്തിൽ യശോദയുടെ ഗർഭപാത്രത്തിൽ നിങ്ങൾ തന്നെ ദേവകിയുടെ 8ാമത്തെ കരുവായി അവതരിക്കണമെന്ന് ഭഗവാൻ മഹാമായയോട് അറിയിച്ചു. ഭദ്രപാദ മാസത്തിലെ, അതായത് ചിങ്ങമാസത്തിലെ ഇരുണ്ട ദശയുടെ 8ാം ദിവസം ഞാൻ ജനിക്കുമെന്നും 9ാം ദിവസം അവൾ ജനിക്കുമെന്നും ജനിച്ചയുടനെ വസുദേവൻ എന്നെ ഗോകുലത്തിലേക്ക് കൊണ്ടുപോകുമെന്നും യശോദയുടെ അരികിൽ എന്നെ ഉപേക്ഷിച്ച് മധുരയിലേക്ക് നിന്നെ കൊണ്ടുപോകുമെന്നും അദ്ദേഹം മഹാമായയോട് നിർദ്ദേശിച്ചു. പ്രിയരെ, 5ാം അധ്യായത്തിലെ 4ാം ഭാഗത്തിൽ ദേവകിയുടെ ഗർഭപാത്രത്തിലെ ഭഗവാന്റെ പ്രത്യക്ഷീകരണത്തെക്കുറിച്ച് വിസ്തരിക്കുന്നു. വിഷ്ണുവിന്റെ നിർദ്ദേശപ്രകാരം യോഗമായ ദേവകിയുടെ ഗർഭപാത്രത്തിൽ 6 ഭ്രൂണങ്ങൾ സ്ഥാപിച്ചു. ജനിച്ചയുടനെ തന്നെ 6 കുട്ടികളെയും കംസൻ കൊന്നു. ദേവകിയുടെ 7ാമത്തെ ഭ്രൂണത്തെ യോഗമായ ഗോകുലത്തിൽ വസിച്ചിരുന്ന രോഹിണിയുടെ ഗർഭപാത്രത്തിലേക്ക് മാറ്റി സ്ഥാപിച്ചു. തുടർന്ന് ഭഗവാൻ തന്നെ ദേവകിയുടെ 8ാമത്തെ ഭ്രൂണമായി അവതരിച്ചു. അദ്ദേഹം വന്നതിന് ശേഷം ദേവകിയുടെ തേജസ് 10 മടങ്ങ് വർദ്ധിക്കുന്നു. അതേസമയം ഗോകുലത്തിൽ യോഗമായയും യശോദയുടെ ഭ്രൂണത്തിൽ പ്രത്യക്ഷപ്പെട്ടു. ദേവകിയുടെ 8ാമത്തെ പുത്രനായി ഭഗവാൻ സ്വയം വരുന്നത് കണ്ട് ദേവന്മാർ ഭക്തിപൂർവ്വം അദ്ദേഹത്തെ പ്രാർത്ഥിച്ചുകൊണ്ട് വണങ്ങി. പിന്നീട് ഭദ്രപാദ മാസത്തിലെ, അതായത് ചിങ്ങമാസത്തിലെ ഇരുണ്ട ഘട്ടത്തിന്റെ 8ാം നാൾ ഭഗവാൻ ജനിച്ചു. ജനന സമയത്ത് കാറ്റ് അതിന്റെ ചലനം നിർത്തിവെച്ചതിനാൽ ആകാശത്ത് ഇടതൂർന്ന മേഘങ്ങൾ കൂടിച്ചേർന്ന് മഴ പെയ്യാൻ കാരണമായി. നെഞ്ചിൽ ശുഭകരമായ സ്വസ്തിക ചിഹ്നവുമായി ജനിച്ച കുട്ടിയെ കണ്ടപ്പോൾ വസുദേവൻ അദ്ദേഹത്തെ തിരിച്ചറിഞ്ഞ് വന്ദിച്ചു. അതേസമയം കംസൻ തങ്ങളുടെ 8ാമത്തെ പുത്രനെയും വധിച്ചേക്കുമെന്നവർ ഭയപ്പെട്ടു. അതിനാൽ അതിൻ്റെ ദിവ്യരൂപം മറയ്ക്കാൻ അവർ ഭഗവാനോട് പ്രാർത്ഥിച്ചു. അവരുടെ കഷ്ടപ്പാടുകൾ ഉടൻ അവസാനിക്കുമെന്ന് ഭഗവാൻ അവർക്ക് ഉറപ്പു നൽകി. ഉടൻ വാസുദേവൻ കുട്ടിയെ ഒരു വീശുകൊട്ടയിൽ കിടത്തി. വീശുകൊട്ട തലയിൽ വഹിച്ചുകൊണ്ട് ഗോകുലത്തിലേക്ക് കാൽനടയായി യാത്ര ആരംഭിച്ചു. യോഗമയിയുടെ സ്വാധീനത്താൽ കാരാഗൃഹത്തിന്റെ കവാടങ്ങൾ യാന്ത്രികമായി തുറക്കുമ്പോൾ എല്ലാ കാവൽക്കാരും ഉറങ്ങിപ്പോയിരുന്നു. ആ സമയത്ത് കനത്ത മഴ പെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ വസുദേവൻ തുറസായ സ്ഥലത്തെത്തിയപ്പോൾ മഴയിൽ നിന്ന് ഭഗവാനെ സംരക്ഷിക്കാൻ ശേഷനാഗം തന്റെ ഫണങ്ങൾ അവർക്ക് മുകളിൽ നിവർത്തിപ്പിടിച്ചു. ഗോകുലത്തിൽ നന്ദഗോപരുടെ പത്നിയായ യശോദയും ആ സന്ദർഭത്തിൽ ഒരു പെൺകുഞ്ഞിനെ പ്രസവിച്ചു. എന്നാൽ ആ സംഭവം യോഗാമയിയുടെ സ്വാധീനത്താൽ അവർക്ക് അറിയില്ലായിരുന്നു. വസുദേവൻ അവിടെയെത്തി ഭഗവാനെ ഉറങ്ങിക്കിടന്നിരുന്ന യശോദയുടെ അരികിൽ കിടത്തി. അവളുടെ മകളെ എടുത്ത് മധുരയിലെ തന്റെ കാരാഗൃഹത്തിലേക്ക് മടങ്ങി. കുഞ്ഞുമായി തടവറയിൽ പ്രവേശിച്ചയുടൻ അവൾ ഉറക്കെ കരയുവാൻ തുടങ്ങി. കുഞ്ഞിന്റെ ജനനത്തെക്കുറിച്ച് കംസനെ അറിയിക്കാൻ നിയോഗിച്ച കാവൽക്കാരെ അവളുടെ കരച്ചിൽ ഉണർത്തി.
വിവരമറിഞ്ഞയുടൻ തന്നെ കംസൻ ഓടിയെത്തി ദേവകിയുടെ മടിയിൽ നിന്ന് കുഞ്ഞിനെ തട്ടിയെടുത്ത് ചുമരിലടിക്കാൻ ശ്രമിച്ചു. എന്നാൽ കുഞ്ഞിനെ ചുമരിലടിക്കാൻ ഉയർത്താൻ കഴിയും മുൻപ് അവൾ അവൻ്റെ കയ്യിൽ നിന്നും വഴുതി ആയുധപാണിയായ ജഗദംബയുടെ രൂപത്തിൽ വായുവിൽ പ്രത്യക്ഷപ്പെട്ടു. ഉറക്കെ അട്ടഹസിച്ചുകൊണ്ട് ജഗദംബ അറിയിച്ചു, കംസ, നിനക്കെന്നെ വധിക്കാൻ കഴിയില്ല. നിന്റെ ഘാതകൻ ജനിച്ചു. നിന്റെ മുൻ ജന്മങ്ങളിൽ ഹരി നിന്റെ ഘാതകനായിരുന്നു. ഈ ജന്മത്തിലും അദ്ദേഹം നിന്നെ നിഗ്രഹിക്കും. അതിനാൽ ഇനി മുതൽ നിന്റെ നന്മയ്ക്കായി മാത്രം പരിശ്രമിക്കുക. അത്രയും മുന്നറിയിപ്പ് നൽകി ജഗദംബ അപ്രത്യക്ഷയായി. യോഗമായയുടെ വാക്കുകളിൽ വിഷമിച്ച കംസൻ തൻ്റെ പ്രമുഖരായ അസുരന്മാരുടെ ഒരു യോഗം വിളിച്ചുകൂട്ടി. ഈ ദുഷ്ടദേവന്മാർ എന്നെ കൊല്ലുവാൻ ഒരു ഗൂഢാലോചന നടത്തിയിരുന്നു. എന്നാൽ ഒരു ധീരനായതിനാൽ ഞാൻ ഈ ദേവന്മാരെ കണക്കിലെടുക്കുന്നില്ല. എൻ്റെ അസ്ത്രവർഷത്തിന് മുൻപിൽ ഇന്ദ്രൻ എങ്ങനെ വിരണ്ടോടിയെന്നത് നിങ്ങളെല്ലാവരും കണ്ടതാണ്. രാജ്യത്തിൻ്റെ മേൽ മഴ പെയ്യിക്കുന്നത് ഇന്ദ്രൻ വിലക്കിയപ്പോൾ ഞാനവനെ എൻ്റെ അമ്പുകൊണ്ട് പ്രഹരിച്ചപ്പോൾ എൻ്റെ രാജ്യത്ത് മേഘങ്ങൾ എങ്ങനെ ശക്തമായി മഴ പെയ്തു എന്ന് നിങ്ങൾ ഓർക്കുന്നുണ്ടാകും. എൻ്റെ ഭാര്യ പിതാവായ ജരാസന്ധൻ ഒഴികെ ഭൂമിയിലുള്ള മറ്റെല്ലാവരും ഭയന്ന് എൻ്റെ മുൻപിൽ കുമ്പിടുന്നു. എനിക്ക് ദേവന്മാരെ ഒട്ടും ഇഷ്ടമല്ല. എന്നെ കൊല്ലുവാനുള്ള അവരുടെ ശ്രമങ്ങൾ പോലും എന്നെ ചിരിപ്പിക്കുന്നു. എന്നാൽ എൻ്റെ കൊലയാളി ജനിച്ചു എന്ന ജഗദാംബയുടെ വാക്ക് ഞാൻ നിസ്സാരമായി കാണുന്നില്ല. അതിനാൽ തന്നെ കഴിഞ്ഞ കുറച്ചു ദിവസത്തിനുള്ളിൽ ജനിച്ച എല്ലാ കുട്ടികളെയും നമ്മൾ കൊല്ലണം. അത്രയും നിർദ്ദേശങ്ങൾ അസുരന്മാർക്ക് നൽകിക്കൊണ്ട് കംസൻ കാരാഗൃഹത്തിൽ അടച്ച വസുദേവനെയും ദേവകിയെയും സമീപിച്ച് അവരുടെ നിരപരാധിയായ കുട്ടികളെ കൊന്ന ക്രൂരമായ പ്രവൃത്തിക്ക് ക്ഷമ ചോദിച്ച് അവരെ വിട്ടയച്ചു. പ്രിയരെ, 5-ാം അധ്യായത്തിലെ 5-ാം ഭാഗത്തിൽ പൂതനാവധവും മറ്റു അസുരന്മാരെ മോചിപ്പിക്കലിനെ കുറിച്ചുമാണ് പ്രതിപാദിക്കുന്നത്. വസുദേവൻ ജയിലിൽ നിന്ന് മോചിതനായ സന്ദർഭത്തിൽ ഒരു ഔദ്യോഗിക യാത്രയ്ക്കായി നന്ദഗോപർ മധുര സന്ദർശിച്ചു. അദ്ദേഹം വസുദേവനെ കാണാനുമെത്തി. വസുദേവൻ അദ്ദേഹത്തിന് ഒരു പുത്രൻ പിറന്നതിൽ അഭിനന്ദിക്കുകയും എത്രയും വേഗം ഗോകുലത്തിലേക്ക് മടങ്ങാൻ നിർദ്ദേശിക്കുകയും ചെയ്തു. രോഹിണിയുടെ പുത്രനെ സ്വന്തം പുത്രനായി പരിചരിക്കാനും അദ്ദേഹം നന്ദനോട് അഭ്യർത്ഥിച്ചു. നന്ദൻ തിരികെ വരുമ്പോൾ വസുദേവനെ കണ്ടുമുട്ടിയതിനു ശേഷം പലതരം ചിന്തകൾ അദ്ദേഹത്തെ അലട്ടുന്നുണ്ടായിരുന്നു. ഗോകുലത്തിൽ നന്ദൻ ഇല്ലാതിരുന്ന സമയത്ത് ഒരു രാക്ഷസിയായ പൂതന രാത്രിയിൽ കൃഷ്ണനെ തട്ടിയെടുത്ത് വിഷം കലർന്ന പാൽ കുടിപ്പിച്ചു. എന്നാൽ കൊച്ചു കൃഷ്ണൻ അവളുടെ മുലക്കണ്ണികളിലൂടെ അവളുടെ ജീവൻ പോലും വലിച്ചെടുത്തു. ഒരു വലിയ ശരീരം പൂണ്ട് വലിയ ശബ്ദമുണ്ടാക്കി പൂതന നിലത്ത് വീണ് മരിച്ചു. അപ്പോഴാണ് ഗ്രാമവാസികൾ സംഭവത്തെക്കുറിച്ച് അറിയുന്നത്. കൊച്ചു കൃഷ്ണൻ പൂതനയുടെ മടിയിൽ ഇരിക്കുന്നതും അവർ കണ്ടു. ഭയന്നു പോയ യശോദ എല്ലാ ദുശകനങ്ങളിൽ നിന്നും പുത്രനെ സംരക്ഷിക്കാൻ പശുവിൻ്റെ വാൽ കൊണ്ട് അവനെ തടവി. മറ്റു ഗോപാലകരും കുട്ടിയെ എല്ലാ ദുരന്തങ്ങളിൽ നിന്നും സംരക്ഷിക്കണമെന്ന് ഭഗവാൻ വിഷ്ണുവിനോട് പ്രാർത്ഥിച്ചു. ഭഗവാൻ കൃഷ്ണന് 27 ദിവസം പ്രായമുള്ളപ്പോൾ ഗോകുലത്തിൽ ഒരു ഉത്സവം സംഘടിപ്പിക്കുന്നു. ബ്രാഹ്മണർ ശ്ലോകങ്ങൾ ചൊല്ലുന്നതിനിടയിൽ യശോദ മാതാവ് കുഞ്ഞിനെ കുളിപ്പിച്ചു. കുഞ്ഞിന് ഉറക്കം വരുന്നത് കണ്ട് യശോദ കുഞ്ഞിനെ തൊട്ടിലിൽ കിടത്തിക്കൊണ്ട് ഒരു വണ്ടിയുടെ അടിയിൽ വെച്ചു. വണ്ടിയിൽ പാലും തൈരും വെണ്ണയും നിറച്ച കുടങ്ങളുണ്ടായിരുന്നു. കുറച്ചു കഴിഞ്ഞപ്പോൾ കൃഷ്ണൻ ഉണർന്ന് വിശന്ന് കരയുവാൻ തുടങ്ങി. എന്നാൽ ആഘോഷങ്ങൾക്കിടയിൽ യശോദയ്ക്ക് അവൻ്റെ കരച്ചിൽ കേൾക്കാൻ കഴിഞ്ഞില്ല. അതേസമയം ശകടാസുരൻ എന്ന അസുരൻ വണ്ടിയിൽ കയറി ഭഗവാനെ വധിക്കാൻ ശ്രമിച്ചു. പക്ഷേ അസുരന് എന്തെങ്കിലും ചെയ്യാൻ കഴിയുന്നതിന് മുൻപ് ഭഗവാൻ തൻ്റെ കാലുകൊണ്ട് വണ്ടിയിൽ തൊട്ടു. അതോടെ ആ വണ്ടി മറിയുകയും അതിൽ സൂക്ഷിച്ചിരുന്ന എല്ലാ ഉപകരണങ്ങളും തകരുകയും ചെയ്തു. ആ അസുരൻ പോലും വണ്ടിക്കടിയിൽ ചതഞ്ഞരഞ്ഞ് മരിച്ചു. സമീപത്ത് കളിച്ചുകൊണ്ടിരുന്ന മറ്റു ആൺകുട്ടികൾ കൻഹയ്യൻ വണ്ടി മറിച്ചിട്ടതായി ഗോപികമാരെ അറിയിച്ചു. എന്നാൽ അവരത് വിശ്വസിച്ചില്ല. യശോദ ഭയന്ന് ഓടിച്ചെന്ന് കുഞ്ഞിനെ മടിയിലെടുത്തു. ബ്രാഹ്മണർ സമാധാന സ്തുതിഗീതങ്ങൾ ചൊല്ലിക്കൊണ്ട് കുഞ്ഞിനെ വീണ്ടും പുണ്യജലം കൊണ്ട് കുളിപ്പിച്ചു. തുടർന്ന് ബ്രാഹ്മണർക്ക് ഒരു വിരുന്നും ഒടുവിൽ അവർക്ക് നിരവധി സമ്മാനങ്ങളും നൽകി യാത്രയയച്ചു. ഒരിക്കൽ യശോദ മാതാവ് തൻ്റെ വീട്ടിൽ കുഞ്ഞുനാഥനോടൊപ്പം കളിച്ചുകൊണ്ടിരുന്നു. പെട്ടെന്ന് കുഞ്ഞിന് ആനുപാതികമല്ലാത്ത ഭാരം കൂടിയതായി അവർക്ക് അനുഭവപ്പെട്ടു. താമസിയാതെ കുഞ്ഞിനെ താങ്ങാൻ കഴിയാത്തതുപോലെ തോന്നി. അങ്ങനെ കുട്ടിയെ നിലത്തിറക്കി പുരുഷോത്തമ ശ്രീരാമനെ പ്രാർത്ഥിക്കാൻ തുടങ്ങി. താമസിയാതെ അവൾ ആ സംഭവം മറന്നുവെങ്കിലും ഒന്നും അവസാനിക്കുകയായിരുന്നില്ല. കംസന്റെ ഒരു അസുര മന്ത്രിയായിരുന്ന തൃണവർത്തൻ ഒരു കൊടുങ്കാറ്റായി ഗോകുലത്തിലെത്തി. അവർ ഗോകുലം മുഴുവൻ പൊടികൊണ്ട് മൂടി ആളുകളെ താൽക്കാലികമായി അന്ധരാക്കുന്നു. ഒരു നിമിഷം ആളുകൾക്ക് യാതൊന്നും കാണാൻ കഴിഞ്ഞില്ല. ആ നിമിഷം തൃണവർത്തൻ കുഞ്ഞിനെ വായുവിലേക്ക് ഊതി ഉയർത്തി. പൊടിപടലങ്ങൾ ഒതുങ്ങിയപ്പോൾ താഴെ വെച്ചിരുന്ന സ്ഥലത്ത് കുഞ്ഞു കൃഷ്ണനെ കണ്ടില്ല. അവരിൽ ഉടലെടുത്ത സങ്കടത്തിൻ്റെ ആദിയാൽ വിഷാദത്തോടെ നിലത്ത് വീണു. മറ്റു സ്ത്രീകളും അവരുടെ ചുറ്റും കൂടി. കുഞ്ഞു കൃഷ്ണനെ അവിടെ എവിടെയും കാണാത്തതിനാൽ അവരും കരയുവാൻ തുടങ്ങി. ഒരു ചുഴലിക്കാറ്റിൻ്റെ രൂപത്തിൽ തൃണവർത്തൻ എന്ന അസുരൻ കുഞ്ഞൻ കൃഷ്ണനെ എടുത്തുകൊണ്ട് പറന്നുപോയി. എന്നാൽ അസുരനും അവൻ്റെ ഭാരമേറിയ ഭാരം താങ്ങാൻ കഴിഞ്ഞില്ല. ആ ഭാരത്താൽ അസുരൻ്റെ വേഗത കുറയുവാൻ തുടങ്ങി. കുഞ്ഞു കൃഷ്ണൻ അവൻ്റെ കഴുത്തിൽ പിടിമുറുക്കി.
നിമിഷങ്ങൾക്കുള്ളിൽ ആ അസുരൻ ശ്വാസം മുട്ടി മരിച്ചു. അവൻ്റെ മൃതദേഹം ബ്രജ് എന്നും അറിയപ്പെടുന്ന വൃന്ദാവനത്തിൽ വീണു. കുഞ്ഞൻ കൃഷ്ണനെ സുരക്ഷിതമായി കണ്ടപ്പോൾ യശോദയ്ക്ക് പുതുജീവൻ ലഭിച്ചു. അതിൽ നന്ദനും മറ്റു ഗോപികമാരും അത്യധികം സന്തോഷിക്കുന്നു. ഒരിക്കൽ പരമോന്നത സന്യാസിയായ ഗർഗാചാര്യൻ ഗോകുലത്തിലെത്തി. അദ്ദേഹം യദുവംശത്തിൻ്റെ പൂർവിക ഗുരുവായിരുന്നു. നന്ദൻ ആ സന്യാസിയെ സന്തോഷത്തോടെ സ്വീകരിക്കുകയും സൽക്കരിക്കുകയും ചെയ്തു. തുടർന്ന് നന്ദൻ ഗർഗാചാര്യരോട് കുഞ്ഞുങ്ങൾക്ക് പേരിടൽ ചടങ്ങ് നടത്തുവാനും തൻ്റെ 2 പുത്രന്മാർക്കും അനുയോജ്യമായ പേര് നിർദ്ദേശിക്കുവാനും അഭ്യർത്ഥിച്ചു. ഹേ നന്ദ, ഞാൻ യാദവരുടെ പൂർവിക ഗുരുവാണെന്ന് എല്ലാവർക്കും അറിയാം. ഈ ആൺകുട്ടികൾക്ക് ഞാൻ നാമകരണ ചടങ്ങ് നടത്തിയാൽ അവർ ദേവകിയുടെ പുത്രന്മാരാണെന്ന് ആളുകൾക്ക് മനസ്സിലാവും. അതിനാൽ തൻ്റെ പുത്രന്മാർക്ക് രഹസ്യമായി പേരിടാൻ നന്ദൻ ഗർഗാചാര്യരോട് അഭ്യർത്ഥിച്ചു. ഗർഗാചാര്യർ അദ്ദേഹത്തിൻ്റെ അഭ്യർത്ഥന സ്വീകരിച്ച് നന്ദൻ്റെ കന്നുകാലി തൊഴുത്തിൽ വെച്ച് രഹസ്യമായി നാമകരണ ചടങ്ങുകൾ നടത്തി. ഗാർഗൻ പറഞ്ഞു, രോഹിണിയുടെ ഈ പുത്രൻ തൻ്റെ പുണ്യത്താൽ തൻ്റെ അടുത്തവർക്കും പ്രിയപ്പെട്ടവർക്കും വലിയ ആനന്ദങ്ങൾ നൽകും. അതിനാൽ തന്നെ അവൻ്റെ 2ാമത്തെ പേര് രാമൻ എന്നായിരിക്കും. അമിതമായ ശക്തിയുള്ള കാരണത്താൽ അവനെ ബാലൻ എന്നും വിളിക്കും. അവൻ ജനങ്ങളെ ഒന്നിപ്പിക്കുന്നതിനാൽ അവൻ്റെ പേരുകളിൽ ഒന്ന് ശങ്കരൻ എന്നായിരിക്കും. അതിനുശേഷം ഗാർഗൻ യശോദ നന്ദനനെ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് പറഞ്ഞു, എല്ലാ യുഗങ്ങളിലും അദ്ദേഹം അവതാരമെടുത്തിട്ടുണ്ട്. കഴിഞ്ഞ യുഗങ്ങളിൽ യഥാക്രമം അദ്ദേഹം വെള്ള, ചുവപ്പ്, മഞ്ഞ നിറങ്ങൾ സ്വീകരിച്ചിരുന്നു. ഇത്തവണ അദ്ദേഹം ഇരുണ്ട നിറം സ്വീകരിച്ചതിനാൽ കൃഷ്ണൻ എന്നറിയപ്പെടും. ഒരിക്കൽ അദ്ദേഹം വസുദേവൻ്റെ മകനായി കഴിഞ്ഞാൽ ആളുകൾ അദ്ദേഹത്തെ വസുദേവൻ എന്നും വിളിക്കും. അദ്ദേഹം നിങ്ങൾക്കെല്ലാവർക്കും മോക്ഷം നൽകും. സഹഗോപാലകന്മാർക്കും പശുക്കൾക്കും വലിയ സന്തോഷം നൽകും. അദ്ദേഹത്തിൻ്റെ സഹായത്തോടെ നിങ്ങൾ കഠിനമായ പ്രതിസന്ധികൾ പോലും മറികടക്കും. ഹേ നന്ദ, ഈ കുട്ടി സദ്ഗുണങ്ങൾ, സമ്പത്ത്, സൗന്ദര്യം, പ്രശസ്തി, സ്വാധീനം എന്നിവയിൽ നാരായണന് തുല്യനാകും. ഈ കുട്ടിയെ ശ്രദ്ധയോടെയും ആത്മാർത്ഥതയോടെയും വളർത്തുക. അങ്ങനെ 2 കുട്ടികൾക്കും അവരുടെ സദ്ഗുണങ്ങൾക്കനുസരിച്ച് പേരുകൾ നൽകി ഗാർഗൻ തൻ്റെ ആശ്രമത്തിലേക്ക് മടങ്ങി. ഗോകുലത്തിൽ പതിവ് പോലെ സമയം കടന്നുപോയി. ബലരാമനും കൃഷ്ണനും സാധാരണ നിലയിൽ വളർന്നു. താമസിയാതെ അവർ മുട്ടുകുത്തിയും കൈകുത്തി ഇഴഞ്ഞും നടക്കാൻ തുടങ്ങി. ബാലിശമായ കളികളിലൂടെ അവർ ഗോകുലത്തിലെ പുരുഷന്മാരെയും സ്ത്രീകളെയും രസിപ്പിച്ചു. എല്ലാവരും അവരെ പ്രത്യേകം ശ്രദ്ധിക്കുകയും സാധ്യമായ അപകടങ്ങളിൽ നിന്നും രക്ഷിച്ച് പരിപാലിക്കുകയും ചെയ്തു. സ്ത്രീജനങ്ങൾ അവരുടെ കാര്യത്തിൽ പ്രത്യേക ശ്രദ്ധാലുക്കളായിരുന്നു. താമസിയാതെ 2 കുട്ടികളും പിച്ചവെച്ച് നടക്കുവാൻ തുടങ്ങി. അതോടെ അവരുടെ ചലനം വീടിൻ്റെ പരിധിക്കുള്ളിൽ ഒതുങ്ങി നിന്നില്ല. തൻ്റെ പ്രത്യേക ഗുണങ്ങൾ കാരണം കൃഷ്ണൻ സ്വന്തം പ്രായത്തിലുള്ള കുട്ടികളെ നയിക്കാൻ തുടങ്ങി. അതേസമയം അദ്ദേഹത്തിൻ്റെ ജ്യേഷ്ഠൻ ബലരാമൻ അല്പം ഗൗരവമുള്ള സ്വഭാവക്കാരനായിരുന്നു. ഗോകുലത്തിലെ പെൺകുട്ടികളെയും പാൽക്കാരികളെയും കളിയാക്കുന്നത് കൃഷ്ണന് പ്രത്യേക ഇഷ്ടമായിരുന്നു. പലപ്പോഴും അവരുടെ പാലും തൈരും വെണ്ണയും മോഷ്ടിച്ച് കഴിക്കുമായിരുന്നു. മറ്റു ചിലപ്പോൾ അവരുടെ കുടങ്ങൾ പൊട്ടിക്കാൻ പോലും അവർ മടിച്ചില്ല. അത്തരം സാഹചര്യത്തിൽ കൃഷ്ണനെതിരെ പരാതിപ്പെടുവാൻ സ്ത്രീകൾ നന്ദൻ്റെ വീട്ടിൽ ഒത്തുകൂടുമായിരുന്നു. തീർച്ചയായും കൃഷ്ണൻ ശിക്ഷിക്കപ്പെടുമെന്ന് ഓരോ തവണയും യശോദ അവർക്ക് ഉറപ്പ് കൊടുക്കും. എന്നാൽ ഓരോ തവണ അവൾ അവനെ ശിക്ഷിക്കാൻ മുതിരുമ്പോഴും അവൻ്റെ മധുരതരവും നിഷ്കളങ്കവുമായ പുഞ്ചിരിക്ക് മുൻപിൽ അവൾ എല്ലാം മറന്നുപോകും. ഒരു ദിവസം ബലരാമൻ കൃഷ്ണനെതിരെ പരാതി പറഞ്ഞു. അമ്മേ, കൻഹയൻ ചെളി തിന്നു. കൃഷ്ണൻ്റെ ആരോഗ്യത്തെക്കുറിച്ച് ആശങ്കാകുലയായ യശോദ അവനെ ശകാരിച്ചു. അയ്യോ വികൃതി കൃഷ്ണ, നീ എന്തിനാണ് ചെളി കഴിച്ചതെന്ന് പറയൂ. ആ നിമിഷം കൊച്ചു കൃഷ്ണൻ്റെ കണ്ണുകൾ ഭയത്താൽ ചലിക്കുന്നുണ്ടായിരുന്നു. അവനതിനൊരു ഒഴിവ് പറഞ്ഞു. ഇല്ല അമ്മേ, ഞാൻ ചെളി കഴിച്ചിട്ടില്ല. അവൻ നിങ്ങളോട് കള്ളം പറയുകയാണ്. നിങ്ങൾ വിശ്വസിക്കുന്നില്ലെങ്കിൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അതും പറഞ്ഞ് കൃഷ്ണൻ തൻ്റെ ചെറിയ വായ തുറന്നു കാണിച്ചു. യശോദ അവൻ്റെ വായിലേക്ക് എത്തി നോക്കി. അവിടെ കണ്ടത് അവളെ ഭയപ്പെടുത്തി. അവൾക്കത് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. അവൻ്റെ ചെറിയ വായിൽ മുഴുവൻ പ്രപഞ്ചവും കാണാമായിരുന്നു. അതിൽ യശോദ വിചിത്രമായ സ്ഥലങ്ങളും മുഴുവൻ വൃന്ദാവനവും കൃഷ്ണൻ്റെ ചെറിയ വായിൽ അവളെ തന്നെയും കണ്ടു. അവൾക്ക് തലകറക്കം അനുഭവപ്പെട്ടു. തൻ്റെ മിഥ്യാധാരണാ ശക്തികളാൽ ഭഗവാൻ യശോദയുടെ മനസ്സിൽ നിന്ന് ഈ സംഭവത്തിൻ്റെ ഓർമ്മ തുടച്ചു മാറ്റിയതിന് നിമിത്തം വീണ്ടും തൻ്റെ കുട്ടിയോടുള്ള സ്നേഹത്തിൽ അവർ മുഴുകി. പ്രിയരെ, വിഷ്ണുപുരാണത്തിൻ്റെ 11ാം വീഡിയോ ഇവിടെ പര്യവസാനിപ്പിക്കുന്നു. 12ാം വീഡിയോയിൽ കുഞ്ഞുകൃഷ്ണൻ്റെ കൂടുതൽ ലീലകളുമായി കാണാം. ഇപ്പോൾ നന്ദി, നമസ്കാരം. പ്രിയരെ, വീഡിയോ കാണുന്നതോടൊപ്പം ചാനൽ വരിക്കാരാകുവാനും അറിയിപ്പുകൾ ലഭിക്കുന്നതിനായി കുടമണി ചിഹ്നം പ്രവർത്തനക്ഷമമാക്കുവാനും ഈ കഥയിൽ നിങ്ങൾ തൃപ്തരാണെങ്കിൽ നിങ്ങളുടെ ഇഷ്ടം അറിയിക്കുവാനും മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുവാനും മറക്കരുതേ പ്രിയ സുഹൃത്തുക്കളെ.